നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ? എന്തോന്ന് സ്റ്റോൺ? മൂത്രത്തിൽ കല്ലുണ്ടോന്ന്. ഞാൻ അരിച്ചു നോക്കിയിട്ടില്ല. അല്ല പിന്നെ എന്നെ കൊണ്ട് പറ്റൂല. അടുക്കളയിലൂടെ ഒറ്റക്കാണ്. അണ്ണാ, നമുക്കിവിടെ ഒരു സർവനെ നിർത്തണം. എനിക്ക് രസം ഉണ്ടാക്കാനേ അറിയൂ. മതി, ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്നെ മധുരയിലെ സീതമാമിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വേണിയമ്മാൾ ഒരു അസൽ അമ്മിയാര് ബുക്കായിട്ട് മാറിയിരിക്കണം. വേണിയുടെ ഇഡ്ഡലി സാമ്പാർ, തൈരുവട, രസവട, പൊരിയൽ, പൂരി മസാല, വെങ്കായ ഉത്തപ്പം, തൈര്, ഇത്രയുമായാൽ ഞാൻ ഈ മാംസപീഡനം, അതായത് നോൺ, അങ്ങനെ നിർത്തിയേക്കാം. അയ്യടാ, ഇവിടെ പോറ്റി ഹോട്ടൽ തുടങ്ങാൻ പോണോ സാറന്മാര്? നോ, നിന്നെ എനിക്ക് കെട്ടിച്ചു വിടണം. അതിനുമുമ്പ് ഒരു നല്ല അമ്മാളാക്കി എടുക്കണമല്ലോ. അതെ. അന്ത കാഞ്ചീപുരം ചേല ചുറ്റി. അറിയാവുന്ന പാട്ടുകളും പാടേ. ഒരയ്യേ സ്വാമിയെ ഞാൻ നോട്ടമിട്ടിട്ടുണ്ട്. അയ്യേ സ്വാമി. കല്യാണ സമയൽ സാദം, കായ്കറികളും പ്രമാദം, അന്ത കൗരവർ പ്രസാദം, ഇതുവേ നമുക്ക് ബോധം. വല്ലഭൻ വല്ലഭായി, അത്ര കടുപ്പിക്കാതെ. വല്ലവന്റെയും ഭായി എന്നാണ് സർ. ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇയാൾ എന്റെ ഭായി അല്ല. ഈ വിഷയം തൊട്ടാൻ അനുവദിക്കരുത്, വധമാണ്. ഏത് കസേരയിലും കയറിയിരുന്ന അങ്ങ് ഞെളി. അങ്ങനെ ഒരു അസുഖമുണ്ട് സർ. ഒരു സ്മാൾ കഴിക്കാൻ ദേവേട്ടന് സ്മോളോ ലാർജോ? ഒരു സ്മാൾ. അല്ല, ഇതൊന്നും ഇവിടെ വിളമ്പാനുള്ളതല്ല. ഇതൊക്കെ പാക്കാക്കി കൊണ്ടുപോകാം. ഞങ്ങൾ സൗകര്യം പോലെ ചെയ്തോളാം. സമയമാകുമ്പോ വിളിക്കും. ആ പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ്? സ്ഥലം കലക്കി. അല്ലെ നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്. ഞാൻ എനിക്ക് തോന്നുമ്പോ വരും പോവും. ആ, ഇങ്ങനെ ഒന്നും ഇവിടെ നടക്കണ്ടില്ലേ? ഇതെന്താ മരുഭൂമിയാ ലൈലാമജിന് കളിക്കാൻ? വല്ല ബസ് സ്റ്റാൻഡിലോ റോട്ടിലോ പോയിട്ട് പോരത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ. നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യൂ. അത് ഇറക്കല്ല. ഒരു സ്ഥലത്ത് നിന്ന് വേഗം പോയിക്കോളാൻ, ഒരു സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ. രണ്ടും കൂടി ഒരാൾക്ക് പറ്റൂല. പറ്റണോലും പറ്റണത് നടത്തിക്കോളി. പൊട്ടിപ്പോയി. എടി, ഞാൻ ആരാന്നാ നീ വിചാരിച്ചേ? നോക്കി, ഇതെല്ലാം എനിക്ക് വന്ന ലവ് ലെറ്റേഴ്സാ. നിനക്കെന്തിനാ എന്റെ ലവ് ലെറ്റേഴ്സ്? വെറുതെ ഒന്ന് കാണാൻ. ഇത് രണ്ടും ഒരേ കൈയക്ഷരാണല്ലോ. ഒരാള് തന്നെ എഴുതിയ പിന്നെ ഒരു പോലല്ലേ ഇരിക്കൂ. ആരാണ്? സാജിന് വെട്ടാനുള്ള ഒരടവാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിൻ 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 ഓരോന്നായിട്ട് കൊടുക്കും. അയ്യോ, സാജിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ദാ, ഒന്ന് രണ്ടെണ്ണം കൈ വെച്ചോ. വേണ്ട, ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി. നല്ല മണി മണി പോലെ എഴുതരാം. താഴെപ്പോ. സ്വാമിക്ക് നോൺ വെജിറ്റേറിയൻ എതിർപ്പൊന്നുമില്ലല്ലോ. അച്ഛനും അമ്മയും ബ്രാഹ്മണരായിരുന്നെങ്കിലും ഞങ്ങളെ വളർത്തിയത് സ്നേഹനിധിയായ ഒരു നോൺ വെജിറ്റേറിയൻ അല്ലേ ആന്റി? ദേഹിയുടെ കുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? രസം വെച്ച് കളിക്കുക അവള്. ആന്റിയുടെ നേതൃത്വത്തില് നമുക്ക് അവളെ ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? ഓ ദാ വന്താച്ചി. ഹാപ്പി ബർത്ത്ഡേ. കുറെ ഡിഗ്നിഫൈഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, ചെക്ക് എ നൈസ് മാൻ. നൈസ് ഇല്ലേ ആന്റി? ഓ, താങ്ക് യു. ഐ ഫിഫി ഡാർലിംഗ്, കട്ട് ദ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ഫിഫി. ഞാൻ ഈ കേക്ക് മുറിക്കത്തില്ല. എന്ത് പറ്റി ഫിഫി? അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഫിലോമിന ഫ്രാൻസിസ് എന്നെ എഴുതണമെന്ന്. ദൈവമാരി മറ്റേ വർത്താനം പറയരുത്. 50 രൂപയ്ക്ക് എത്രയൊക്കെ പറ്റത്തുള്ളൂ. അയ്യോ, ഭയങ്കര നീളമാ ഫിലോമിന ഫ്രാൻസിസ്. അതിന് വലിയ കേക്ക് വേണ്ടി വരും ഡാർലിംഗ്. എന്നാ തന്നെത്താൻ തിന്നണ്ടാ മതി ഡാർലിംഗ്. 50 രൂപയെ കൊടുത്തുള്ളൂ. 350 രൂപയുടെ കുപ്പി വാങ്ങി നിർത്തിയിട്ടുണ്ടല്ലോ. ഞാൻ മുറിക്കത്തില്ല മുറിക്കത്തില്ല മുറിക്കത്തില്ല. അയ്യോ മകളെ, താൻ എന്നെ അങ്കിളെന്ന് വിളിക്കുമ്പോ ഒരു 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 വല്ലാത്ത അകൽച്ച പോലെ. എന്നാ അണ്ണൻ വിളിക്കുന്ന പോലെ ദേവേട്ടാന്ന് വിളിക്കാം. ആ, എനിക്കും അതാ ഇഷ്ടം. അമ്മാളെ, എന്റെ രുക്മിണി എന്നെ വിളിച്ചിരുന്നത് അങ്ങനെ.
ഈ പാപനാശിനി കടലമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന എന്റെ രുക്മിണി എല്ലാ ഉദയങ്ങളിലും ദേവേട്ട എന്ന് വിളിച്ചാണ് എന്നെ ഉണർത്താറുള്ളത്. എന്നും രാത്രി ഞാൻ അവളോട് സംസാരിക്കും. അമ്മാള് വന്ന കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നു. അമ്മയുടെ നാമജപം കേൾക്കാനാ സിംഗപ്പൂരിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞ് ചെങ്ങന്നൂരുള്ള വീട്ടിലെത്തിയത്. കിണറ്റ് വെള്ളത്തിൽ കുളിച്ച് രാസനാദിപ്പൊടിയും തലയെ തിരുമ്മി നാട് കാണാൻ ഇറങ്ങിയപ്പോ ശകുനം വന്ന പെൺകുട്ടി. ചേട്ടിത്തുണി കൊണ്ടുള്ള പാവാടയും ബ്ലൗസും, വെട്ടുകല്ല് പാകി അവരുടെ വീട്ടുമുറ്റത്ത് വെടിച്ചു കയറിയ നാലുകെട്ടിനെ സാക്ഷി നിർത്തി കശവു സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ എന്നെ രുക്മിണിയാക്കി. എന്റെ അമ്മാളെ, 8-10 ദിവസം ഈ ബന്ധുവീട്ടിലെ സൽക്കാരം ഉണ്ടല്ലോ, അറിഞ്ഞോളും. ഈ അടപ്രഥമനും ശർക്കര പായസവും ചക്കപ്പായസവും കുടിച്ചു മടുത്തപ്പോ അല്പ പരിഷ്കാര പായസം കുടിക്കാൻ ഞാനും രുക്മിണിയും കൂടെ എത്തിയതാ ഈ കടപ്പുറത്ത്. ഫോട്ടോ എടുപ്പും കടലിലെ കുളിയും ചില്ലറ ബിയറടിയും അതിലവളുടെ പിണക്കവും, അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കളിച്ചും ചിരിച്ചും കുളിച്ചും അവളങ്ങ് പോയി. പാപനാശിനി അമ്മ അവളെ അങ്ങ് കൊണ്ടുപോയി. ശരീരം പോലും കിട്ടില്ല. അതുകൊണ്ട് അവള് മരിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ ഇവിടെ അങ്ങ് കഴിയുക. ഇതാ എനിക്ക് പിടിക്കാത്തത്. അമ്മാളെ, നഷ്ടപ്പെട്ട ഒന്നും കരഞ്ഞാ തിരിച്ചു കിട്ടത്തില്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതി ജീവിതം ജീവിച്ചെങ്കിലും തീർക്കുക, അത്രേ ഉള്ളൂ. താൻ ചെല്ലേ, ഞാൻ കുറച്ചു നേരം കൂടെ അവളോട് സംസാരിക്കട്ടെ. ശരി. मम पिताः मम पिताः कृष्णमूर्ति नामः कृष्णमूर्ति नामः श्राद्धः श्राद्धः मम माताः मम माताः शारदाम्बाൾ नामः शारदाम्बाൾ नामः श्राद्धः श्राद्धः. ഇനി അച്ഛനെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പിണ്ണച്ചോറ് അങ്ങോട്ട് കൊണ്ടുവച്ചാട്ടെ. അണ്ണ, അപ്പ, അമ്മ. അപ്പ അമ്മ, മോക്ക് നല്ല ഉടുപ്പ്, അണ്ണന് നല്ല ഉടുപ്പ്, കഴുത്തിലെ മാല, കാതിലെ കമ്മല്, കപ്പലണ്ടി, മുട്ടായി എല്ലാം കൊണ്ടുവരാൻ ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇനി ഇതാ നമ്മുടെ വീട്. കരയില്ലേ? അപ്പാവും അമ്മാവും നേരെ ഇങ്ങോട്ടാ വരിക. മോള് കരയില്ലേ? എന്താ മോളെ? அந்த காஞ்சிபுரம் சேல சுத்தி ഉറങ്ങ. ഫിലിക്സ് സ്റ്റാനിസ്ലാവോസ് ലാബ്രഡോർ ബൈ ഫ്രം ഗോവ. परंतु एक मलयाली आखी नारी है. എന്താ സംശയം തോന്നുന്നുണ്ടോ ആകെ നാരി? ഇല്ലാതില്ല ആകെ നാരി. ഐ എം സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ഈ ടെലഗ്രാം കിട്ടിയിട്ട് വന്നതാ. സീരിയസ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. കർക്കടക ടൂറിസ്റ്റ് ഹോം, ഇന്റർവ്യൂ, ഗോവൻ കുക്ക്, സ്വതന്ത്രൻ.
അതേന്നേ. ഇങ്ങോട്ട് മാറിയടാ, എന്താ അങ്ങനെ? ഇങ്ങോട്ട് മാറിയിക്കാൻ. താൻ ഗോവയിലായിരുന്നോ? ആ, ഗോവയിൽ എവിടെ? ഗോവ സെൻട്രൽ. ഗോവ സെൻട്രോ? എമനെ ഇത് ഗോവ, ഇത് ഡാമൻ ഡ്യൂ. ഗോവയ്ക്കും ഡാമൻ ഡ്യൂക്ക് ഇടയ്ക്ക് നടുക്ക് സെന്റർ. സത്യം പറയടാ, എന്താ എന്റെ ജോലി? ഇടിച്ചാൻ പറയടാ. ദേഹണ്ണം. എന്തോന്നാ ദേഹണ്ണം? ഈ കല്യാണത്തിന് ചാപ്പാടുണ്ടാക്കണ ഏർപ്പാടിന്റെ. സ്വതന്ത്രം നിനക്ക് എങ്ങനെ അറിയാം? അവന്റെ ആൾക്കാരെല്ലാം ജപ്പാനിലായിരുന്നപ്പോ അവൻ എന്റെ കൂടെയായിരുന്നു. ദേഹണ്ണം. ശുപാർശക്കാര് കൂടെ ഉള്ളപ്പോ പോരാടാ നിന്റെ ഈ കുണുക്കൊക്കെ. അല്ലാത്തപ്പോ നേരെ ജോലിങ് നടന്നു പോയാ പോരെ. എന്തായി എന്റെ കാര്യം? നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി അർജന്റ് ആയിരുന്നു. നീ എന്റെ കാര്യം പണയൊന്നും വേണ്ട. ഹോം മിനിസ്റ്റർ ഓഫീസിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കാന്നൊന്ന് അറിഞ്ഞു മാത്രം തന്നാ മതി. അല്ലാതെ സാറ് ശുപാർശ ചെയ്തെന്നെ സബ് ഇൻസ്പെക്ടർ ഒന്നാക്കണ്ട പ്ലീസ്. സംസാരിക്കാൻ നേരമില്ല, എനിക്ക് ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എടാ അതിനു മുമ്പ് ഈ അപ്പോയിന്റ്മെന്റിനെ പിള്ളസാനം ഒന്ന് പരിചയപ്പെടുത്തിട്ട് പോകും. ടൈമില്ല സുഹൃത്തെ. നിങ്ങൾ നേരെ പോയാൽ മതി. ഹിരോഷിനെ കണ്ടിരുന്നു പറഞ്ഞേക്കൂ. ഓക്കെ, ആ കാക്കി യൂണിഫോമിന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. നിന്റെ കുണുക്ക ഞാൻ നിർത്തി തരാം. അല്ല, ആ പോയതൊരു ചുറ്റുകളിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ജന്മനാ ഒരു ചുറ്റുകളിയാ. പരന്തു നീ ഒരു ചുറ്റുകളിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്റെ രാമു, അത് ഞാനൊരു റിഹേഴ്സൽ നടത്തി നോക്കിയല്ലോ. അപ്പൊ നന്നാവും. അമ്മളെ, ഇതാടോ തന്റെ രുക്മിണി ചേച്ചി? എങ്ങനുണ്ട്? ശരിക്കും ഇതുപോലായിരുന്നു ദേവട്ടാ? ഇതുപോലെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ലറ ചില്ലറ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിത്രകാരനായ ഭർത്താവിന്റെ കയ്യിൽ ചായവും ബ്രഷും കിട്ടിയാൽ ഏതു ഭാര്യയും ഒരു രവിവർമ്മ സുന്ദരിയാവും. എന്നാലും ആകെ മൊത്തം എന്റെ രുക്മിണിയമ്മ ഇതായിരുന്നു. ദേവേട്ടാ, ഓ എന്റെ അമ്മയുടെ പടം വരച്ചു തരോ? ഓ പിന്നെന്താ, പഴയ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെങ്ങനെയാടോ വരയ്ക്കുന്നേ? അവര് മരിച്ചുപോയി എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ലല്ലോ. ആട്ടെ, തന്റെ അമ്മയുടെ കണ്ണുകൾ തന്റേതുപോലെ വലിയ കണ്ണുകളായിരുന്നു. എനിക്കറിഞ്ഞൂടാ. ആയിരിക്കണോടോ. ഒരമ്മയ്ക്ക് പെൺമക്കൾക്ക് കൊടുക്കാൻ അവരുടെ കണ്ണുകളേ ഉള്ളൂ നല്ലതും ചീത്തയും കണ്ട് മനസ്സിലാക്കാൻ. ഞാൻ വരച്ചുതരാം. ടിറ്റോ, ടിറ്റോ. എന്താ സാജൻ? ടിറ്റോ ഇല്ല ആന്റി? ഇവിടെ ആരുമില്ല. സാജന് ബിയർ വേണോ? വേണ്ട ആന്റി. സാജന്റെ ഹൈറ്റാണ് ശരിക്കും ഒരു പുരുഷന് വേണ്ടത്. എനിക്കിഷ്ടമാണ് പൊക്കമുള്ളവര്. നമ്മൾ തമ്മി എന്ത് വ്യത്യാസം കാണും? അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല ആന്റി. ഒരു ആവറേജ് സ്ത്രീയുടെ ഹൈറ്റ് ഒക്കെ ആന്റിക്കുണ്ട്. ഇല്ല സാജൻ, ഇപ്പൊ നോക്കാലോ. ഗുഡ് മോർണിംഗ് യങ് ഹീറോ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഞാൻ ടിറ്റോയെ കാണാൻ വന്നതാ. ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പരേതനായ ഞാനും നിത്യ യൗവനം എന്റെ മിസിയും. ഞാൻ പോട്ടെ അങ്കിൾ. ചില കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ നീ ശ്രമിച്ചിട്ടുമില്ല, ഞാനൊട്ട് കണ്ടതായി ഭാവിച്ചിട്ടുമില്ല. ഇപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല. പ്രായപൂർത്തിയായ 2 മക്കളുണ്ട് എനിക്ക്. എനിക്കറിയാം. അറിഞ്ഞതുപോലെ നീ പെരുമാറുന്നില്ല. പെരുമാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയല്ല, നിങ്ങളുടെ മക്കൾക്ക് ഞാനൊരു അമ്മയല്ല, രണ്ടാനമ്മ പോലുമല്ല. തെറ്റിയാൻറ്റി ഈ വീട്ടിലെ ശമ്പളം വാങ്ങിക്കാത്തൊരു വേലക്കാരി. ഡാഡിയും മക്കളും ഒന്ന്, എനിക്ക് മാത്രം ആരുമില്ല. എന്റെ കൈ ഒന്നുമില്ല. ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലല്ലോ. നിർത്ത. നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി പറയാമോ? മക്കളെ നോക്കാൻ വേണ്ടി മാത്രം മതി. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്. മതിയെന്നാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ മടുത്തു, ജീവിതം മടുത്തു. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഒരു അമ്മയാകാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. 3 തവണ നിങ്ങൾ ഒന്നും നിർത്തുന്നുണ്ടോ ഇത്?
ഡാഡിക്ക് ബെറ്റി ആന്റി വേണ്ടെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് പറഞ്ഞേക്ക്. ബെറ്റി ആന്റിക്ക് വന്ന് നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് പോ. Find a solution for this stupidity. എത്ര നാളായത് വീട്ടിലേക്ക് വന്ന് കേറാൻ പേടിയ. It's too much. മോനെ ടിറ്റോ, ഐ എം സോറി. അരെ സോറി യാർ. നോക്ക്, സോറി പറഞ്ഞ പിന്നെ കരയരുത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ആരുടെയും തെറ്റല്ല സാജൻ. ബെറ്റി ആന്റിയുടെ തെറ്റല്ല, ഡാഡിയുടെ തെറ്റല്ല, അച്ചായന്റെ തെറ്റല്ല, എന്റെ തെറ്റല്ല, മരിച്ചുപോയ ഞങ്ങളുടെ മമ്മിയുടെ തെറ്റല്ല. ഇതൊന്നുമല്ലാത്ത മറ്റേതോ ഒരു വലിയ തെറ്റ്. ഇനിയും ക്ലൈമാക്സിൽ എത്തിയിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഹിന്ദി സിനിമയാ ഈ വീട്. മമ്മിയെ പരിചരിക്കാൻ എത്തിയ ഒരു മിലിറ്ററി നേഴ്സ്. മമ്മി മരിച്ചു. ഡാഡി ഞങ്ങളെ നോക്കാൻ അവരെ ഏൽപ്പിച്ചു. അതൊരു കാരണം മാത്രമായിരുന്നു. ഡാഡിക്ക് അവരെ ഇഷ്ടമായിരുന്നു. അവരെ കല്യാണം കഴിച്ചു. ആ കഥ ദേ ഇങ്ങനെ നീണ്ടുപോകുന്നു. ലീവ് ഇറ്റ്. വരുന്ന പോലെ വരട്ടെ. ഒരു തരത്തിൽ ഇങ്ങനെ ഒരു വീടായതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പരസ്യമായി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഐ ലവ് യു. പക്ഷെ നമ്മുടെ വീട് ഇങ്ങനെ ആവരുത് കേട്ടോ.